ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനെ, കളയാൻ മാറ്റി വെച്ചിരിക്കുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇട്ട പനീർ ബട്ടർ ഇവർക്ക് രണ്ടാൾക്കും കൂടി കൊടുത്താലോ? ആ കഴിച്ച ഇന്നിനിയിപ്പോ രണ്ടാളും ബിസി ആയിരിക്കും. അപ്പച്ചി, ഉപ്പ് കുറഞ്ഞു പോയെന്ന് ആരും പരാതി പറയാൻ പാടില്ല. ഇതൊക്കെ പഴയ പരിപാടിയല്ലേ, ആഹാരത്തിൽ ഉപ്പിടുന്നത്. ഇതിന് മറ്റൊരു മറുമരുന്നുണ്ട്. നല്ല പാത്രം കഴുകുന്ന പൊടിയാ. ഇതുള്ളിലേക്ക് ചെന്നാ പിന്നെ മനസ്സിലായി. വന്ദനെ, വേഗം കൊണ്ട് വന്നേ. വന്ദന എന്റെ കൂടെ വാ. ജഗ, എന്റെ കയ്യിൽ നിന്ന് വിട്ടെ. എന്തീ കാണിക്കുന്നേ? വന്ദന വന്നേ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഈശ്വര, വാ, പെട്ടെന്ന് വാ. അയ്യോ, ഇനി വരുന്നവർക്കൊക്കെ എങ്ങനെ ആഹാരം കൊടുക്കും? അപ്പച്ചിയും വിദ്യാർത്ഥിയും കൂടി പാചകം എന്നെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ എന്തെങ്കിലും ദുരിതം ഉണ്ടാക്കാനായിരിക്കുമെന്ന്. വന്ദനെ, വന്ദനയ്ക്ക് വന്ദനയുടെ കഴിവ് തിരിച്ചറിയാത്തതുകൊണ്ടാ. നോക്ക്, അപ്പച്ചിയും വിദ്യാട്ടത്തെയും മറ്റാഹാരങ്ങളിലൊന്നും പാത്രം കഴുകുന്ന പൊടിയോ ലിക്വിഡോ ഒന്നും ഒഴിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് പനീർ ബട്ടർ മാത്രം ഉണ്ടാക്കിയ പോരെ? ഞാനും സഹായിക്കാം. ഹറിയപ്പ്. സംഗതിയുടെ കടപ്പുവശം മനസ്സിലായല്ലോ. ഒന്നും തിന്ന് തീർത്തേക്കരുത്. പാഴ്സലായിട്ട് അതിഥികൾക്ക് കൊടുത്തുവിടാനുള്ളതാ. വന്ദനെ, കളയാൻ മാറ്റി വെച്ചിരിക്കുന്ന പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പൗഡർ ഇട്ട പനീർ ബട്ടർ ഇവർക്ക് രണ്ടാൾക്കും കൂടി കൊടുത്താലോ? ആ കഴിച്ച ഇന്നിനിയിപ്പോ രണ്ടാളും ബിസി ആയിരിക്കും. അറബിക്കടൽ ഇളകി വരുന്നു, ആകാശക്കുരുവൽ കഴിക്കുന്നില്ലേ പനീർ ബട്ടർ മസാല?
അടിപൊളി അപ്പച്ചി. അപ്പച്ചിയെ വായോ. ഇതാര് ജഗനോ? വന്ദന വന്നില്ലേ മോനെ? ഇല്ലമ്മേ, അത് ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനിവിടെ ഇല്ലേ? ഉണ്ട് മോനെ, വിളിക്കാം. ആ മാധവേട്ടാ, എന്താ ചന്ദ്രു? ദേ ജഗൻ വന്നിരിക്കുന്നു. ആ മോനോ? അച്ഛാ, അച്ഛന് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. മോനെ, ജീവിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഓട്ടോ കത്തിപ്പോയി. ദാനമായിട്ട് കിട്ടിയതാണെങ്കിലും ആകെ കൈവശം ഉണ്ടായിരുന്ന പണവും ആരോ മോഷ്ടിച്ചു. ആത്മഹത്യയെക്കുറിച്ച് പോലും പലപ്പോഴും ചിന്തിച്ചതാ. അച്ഛാ, മുങ്ങിത്താഴാൻ പോകുന്ന ഈ മാധവന്റെ മുമ്പില് മോൻ നീട്ടിപ്പിടിച്ചിരിക്കുന്ന കച്ചിത്തുരുമ്പാണ് ഈ ജോലി. നന്ദിയുണ്ട് മോനെ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ തമ്മില് നന്ദിയുടെയും കടപ്പാടിന്റെ ഒക്കെ ആവശ്യമുണ്ട് അച്ഛാ. എന്നാൽ കഴിയുന്നൊരു ചെറിയ സഹായം ഞാൻ ചെയ്തു, ഇത്രേ ഉള്ളൂ. എന്ത് ജോലിയാ മോനെ? കൂടുതൽ വിവരങ്ങള് അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. അച്ഛനെ തിരക്കില്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, പോകാം. എങ്കിൽ അച്ഛൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്. ശരി, ഞാനിപ്പോ വരാം. മോനിരിക്കെ, അപ്പോഴേക്കും അമ്മ ചായ എടുക്കാം.